നമസ്കാരം, ഞാൻ കുഞ്ഞുട്ടി താനൂരാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 5 വർഷം നന്നമ്പ്ര പഞ്ചായത്തിന്റെ ഒരു വാർഡിലെ മെമ്പറും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ നാടിന്റെ ജനസേവകനായി നിലയുറപ്പിക്കുകയും 3.5 കോടി രൂപയിലധികം ചെലവഴിച്ച വികസന പ്രവർത്തനങ്ങൾ ഒരു നാടിന് സമ്മാനിച്ച ഒരു പൊതുപ്രവർത്തകനെ, ഒരു പഞ്ചായത്ത് മെമ്പറെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നന്നമ്പ്ര പഞ്ചായത്തിലെ കണ്ണംതളി പാണ്ടിമുറ്റം ഉൾക്കൊള്ളുന്ന വാർഡിന്റെ മെമ്പർ. നമസ്കാരം ബഹുമാനപ്പെട്ട ബാബുട്ടി സാഹിബ്. കഴിഞ്ഞ 5 വർഷത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, സഹപ്രവർത്തകർക്ക്, അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് നന്ദി ഉണ്ട്. ഞാൻ കഴിഞ്ഞ 2020-25 വർഷക്കാലയളവിലെ ഒരു ജനപ്രതിനിധിയായിരുന്നു, പാണ്ടിമുറ്റം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നന്നമ്പ്ര പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. ആ 5 വർഷ കാലയളവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ മെമ്പർ സ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ഒരു പൊതുപ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. ഞാൻ 2020 ഒരു ജനപ്രതിനിധി നിലയ്ക്ക് വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ വോട്ടർമാർ ചോദിച്ച, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് 100% ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഞാൻ പറഞ്ഞത് ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരൊരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഈ 5 വർഷക്കാലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. ചിലത് പൂർത്തീകരിക്കാനുമുണ്ട്. ഞാൻ കൊണ്ടുവന്ന പദ്ധതികൾ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചതുകൊണ്ട് തുടങ്ങി വെച്ച പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുമുണ്ട്. ഞാൻ 2010 നന്നമ്പ്ര പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. ഈ പാണ്ടിമുറ്റത്തിൻ്റെ മെമ്പറായിട്ടാണ് പോയത്. അന്ന് നന്നമ്പ്ര പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ. പക്ഷെ അന്ന് എനിക്ക് അതിൻ്റെ പരിചയം തന്നെയാണെന്ന് പറയാം. കാരണം അന്ന് എനിക്ക് നടത്താൻ കഴിയാത്തത് ഇന്ന് എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നന്നമ്പ്ര GLP സ്കൂൾ എൻ്റെ വാർഡിൽപ്പെട്ട ഒരു വലിയ സ്ഥാപനമാണ്. നല്ല സ്ഥല സൗകര്യം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ 100 വർഷത്തെ പഴക്കമുള്ള ഒരു LP സ്കൂൾ, ഗവൺമെൻറ് SP സ്കൂള്. ഞാൻ 2020 കടന്നു വന്നപ്പോൾ പറഞ്ഞു ഇവർക്ക് ഒരു പാചകപ്പുര വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തു. എൻ്റെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. എത്ര ലക്ഷമായിരുന്നു അതിന്? ഞാനൊരു 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട്, പഞ്ചായത്തിന്റെ ഫണ്ട് 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അനുയോജ്യമായ, ആ സ്ഥാപനത്തിന് അനുയോജ്യമായ ഒരു പാചകപ്പുര എനിക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഏറ്റവും വലിയ അഭിമാനമുണ്ട്. തീർച്ചയായും. എന്തൊക്കെയാണ് മറ്റൊരു പ്രൊജക്ട് ആ സ്കൂളിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്തിട്ടുള്ളത്? ആ സ്കൂളിൽ ഞാൻ 24 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നന്നമ്പ്ര പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ 25 ലക്ഷം രൂപയുടെയും പദ്ധതി ആ സ്കൂളിന് വേണ്ടി. LP സ്കൂൾ പറഞ്ഞ പാചകപ്പുര വലിയൊരു അഭിമാനമാണ്. പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കായാലും ആ PTA കമ്മിറ്റിക്കായാലും അവിടുത്തെ എല്ലാ അധ്യാപകർക്കും വളരെ സന്തോഷമുള്ള. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിലെ മറ്റ് സൗകര്യപ്രദമായ കാര്യങ്ങൾ, എല്ലാ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ടോയ്ലറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതൊക്കെ ആ ടീച്ചേഴ്സിന്റെ അഭ്യർത്ഥന, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. പാചകപ്പുര, സ്റ്റേജ്, സ്റ്റേജായിട്ട് എല്ലാ ക്ലാസ് റൂമിലേക്കും സൗണ്ട് സിസ്റ്റം. സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയം സൗകര്യം, ഓഡിറ്റോറിയം സൗകര്യമുള്ള സ്റ്റേജ്, ഓഡിറ്റോറിയം ഉയർത്തിക്കൊണ്ടുപോയി സ്റ്റേജ് സൗകര്യങ്ങൾ, എല്ലാ ക്ലാസ് റൂമിലേക്കും കേൾക്കുന്ന സൗണ്ട് സിസ്റ്റം, അങ്ങനെ വിവിധ സാധനങ്ങൾ ഞാൻ ആ സ്ഥാപനത്തിലേക്ക് എത്തിച്ചിട്ട് ആ സ്ഥാപനം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടൊരു വളർന്നു വരുന്ന തലമുറക്ക് അങ്ങ് സപ്പോർട്ടായി എന്നൊരു സന്തോഷം ഈ 5 വർഷത്തിലുണ്ട്. അതോടൊപ്പം എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, എൻ്റെ വിദ്യാർത്ഥി സംഘടന എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ആ വിഷയത്തിൽ. എൻ്റെ വാർഡിൽ ഒരു അംഗനവാടിയുള്ളൂ, മൂച്ചിക്കൽ അംഗനവാടി തരും. ആ അംഗനവാടി ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ പ്രദേശത്തെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പറയും നമുക്ക് ഈ അംഗനവാടിയെ നല്ലൊരു അനുയോജ്യമായ ഒരു സ്മാർട്ട് അംഗനവാടിയേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാൻ 2020 മത്സരിക്കുമ്പോൾ ഒരു വലിയ ചോർന്ന ഒരു അംഗനവാടിയിലായിരുന്നു. പക്ഷെ അതിന് ഞാൻ മാറ്റി പുതിയ അംഗനവാടിയെ കൊണ്ടുവന്നു, സ്മാർട്ട് അംഗനവാടിയേക്ക് ഉയർത്തി. നന്നമ്പ്ര പഞ്ചായത്തിൽ ഏക സ്മാർട്ട് അംഗനവാടി എൻ്റെ വാർഡിലുള്ള അഭിമാനകരമായ നേട്ടം തന്നെ. ഈ പൂച്ചിക്കൽ 132 നമ്പർ അംഗനവാടിയാണ്. 17 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാനത് സ്മാർട്ട് അംഗനവാടി കൊടുത്തത്.
17 ലക്ഷം രൂപ ഫണ്ട് വെച്ച് ഒരു അംഗൻവാടി സ്മാർട്ടാക്കി മാറ്റാൻ ഇത് പഞ്ചായത്തിലെ ഏക സ്മാർട്ട് അംഗൻവാടി ഈ വാർഡിലാണ്. ഈ വാർഡിൽ അംഗൻവാടി. ഈ കഴിഞ്ഞ 5 വർഷത്തിന്റെ അടുക്ക് ജനകീയ പരാതികൾ എത്രമാത്രം അങ്ങേക്ക് പരിഹരിക്കാൻ സാധിച്ചു? നമ്മൾ ഞാൻ 2020 വോട്ടർമാരെ എഴുതിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രദേശത്ത് 2 SC കോളനികളുണ്ട്. SC നമ്മൾ പ്രിയപ്പെട്ട അങ്ങനെ താമസിക്കുന്ന കോളനികളായിട്ട് അവർ നേരത്തെ 2010 ഞാൻ ജനപ്രതിനിധി വന്നപ്പോൾ 3 വീടിന് ഞാൻ ചുറ്റുമതിൽ നിർമ്മിച്ചു കൊടുത്തിയത്. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 3 വീടിന് മാത്രം SC വീടുകൾക്ക്. പക്ഷെ അത് മറ്റ് വീടുകൾക്കും അത് പ്രശ്നമായി. കാരണം ഞാൻ 2010 മെമ്പറായി 2015 ഇറങ്ങിയപ്പോൾ എനിക്ക് 3 വീടിനെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത്. ഏകദേശം എത്ര വീടുണ്ടായിരുന്നു SC വീടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിലെ ഒരു 2 മേഖലയായിട്ടാണ്. 2 മേഖലയായിട്ട് ഒരു 15-20 അടുത്തായുള്ള വീടുകളുണ്ട് 2 മേഖലയായിട്ട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം 2020 ജനപ്രതിനിധിയായി വന്നു. ഞാൻ ജില്ലാ പഞ്ചായത്തിന് സഹകരണം തേടിയത്. പഞ്ചായത്തിൻ്റെ ഫണ്ട് കുറവായപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ സമീപിച്ചു. എനിക്ക് ആ 2 കോളനിയിലെയും എൻ്റെ പ്രിയപ്പെട്ട വിഭാഗത്തിലെ ആ കുടുംബങ്ങളുടെ വീടിന് ചുറ്റുമതിൽ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. 22 ലക്ഷം രൂപ മുടക്കിയിട്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ അങ്ങേക്ക് 22 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറുടെ ഫണ്ട് ഞാൻ ഈ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുടെയും ഈ വിഭാഗത്തിൻ്റെ എല്ലാ കുടുംബങ്ങളുടെയും വീടിന് സ്വന്തം നല്ല ചുറ്റുമതിൽ വളരെ സന്തോഷത്തോടെ അത്. അതോടൊപ്പം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് തന്നെ എൻ്റെ പ്രദേശത്ത് മൂച്ചിക്കൽ കണ്ണന്തലിക്കുളം എന്നുണ്ട്. എൻ്റെ പ്രദേശത്ത് മൂച്ചിക്കൽ കണ്ണന്തലിക്കുളം എന്നറിയും. ഏറെക്കാലം നല്ല കുളം കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ആ കുളം പഞ്ചായത്തിന് ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ. ഉൾപ്പെടുത്തിയ ശേഷം ഞാൻ കയറി വന്നിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എന്നോട് പറയുന്നത് ആ കുളം പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പഞ്ചായത്തിന് അനുയോജ്യമായ നല്ലൊരു കുളം നമുക്ക് നിർമ്മിച്ചെടുക്കണമെന്നറിഞ്ഞ് ഞാൻ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അരിമ്പ്ര യാസിനെ സമീപിച്ചു. 50 ലക്ഷം രൂപയാണ് ആ കുളത്തിന് വേണ്ടി വാങ്ങിയത്. ഞാൻ ഈ കുളത്തിന് വിഷയം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അരിമ്പ്ര യാസിൻ പറഞ്ഞത് ചെയ്യാൻ വെക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ആ കുളത്തിന് വേണ്ടി 40 ലക്ഷം ഇരുത്തി അതിൻ്റെ വർക്ക് ഏകദേശം തുടങ്ങി. ആ മഴയത്ത് നമുക്കറിയാം ഈ പ്രാവശ്യം വളരെ മഴ പ്രതീക്ഷിച്ചതിലപ്പുറത്തുള്ള മഴയാണ് ഉണ്ടായത്. ആ മഴ കൊണ്ട് എനിക്ക് ആ കുള ആ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുവഴി തന്നെ പകുതി ഞാൻ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് എൻ്റെ മഴ തന്നെ പടിയിറങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് 10 ലക്ഷം രൂപയോട് വീണ്ടും ആ കുളത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. കാരണം ഈ അവസാന ലാപ്പ് ആ കുളം വളരെ എല്ലാം പൂർത്തീകരിച്ച് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി എല്ലാ വർക്കും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപയാണ് ആ കുളത്തിന് വകയിരുത്തിയിട്ടുണ്ട്. പ്രയാസമില്ല. എനിക്ക് ശേഷം തന്നെ പ്രിയപ്പെട്ട മെമ്പർക്ക് അത് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ ഫണ്ട് ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ പുതിയൊരു മെമ്പർ വരുമ്പോൾ പൂർത്തീകരിക്കാനുള്ളൂ. അതിന് പകുതി. എത്ര പൊതുകുളങ്ങളാണ് ഈ വാർഡിലുള്ളത്? ഇവിടെ 2 കുളമുണ്ട്. മറ്റൊരു കുളം കൂടി പറഞ്ഞാൽ മറ്റൊരു കുളം കല്ലെത്താനില്ല. മനക്കുളം പറയാം. എല്ലാവർക്കും അറിയാം മനക്കുളം. ഈ പറഞ്ഞ മനക്കുളം എന്ന് പറയുന്നത് വെറും കുളിക്കാനോ മറ്റോ ഉപയോഗിക്കുന്ന ഒരു കുളമാണോ, അതല്ലെങ്കിൽ അവിടുന്ന് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ജലസ്രോതസ്സായിട്ട് അത് പമ്പ് ചെയ്ത് പോകുന്നുണ്ടോ? എന്താണ് മനക്കുളത്തിനടുത്ത് തൊട്ടടുത്ത് തന്നെ മനക്കുളത്തിൻ്റെ കരഭാഗത്ത് തന്നെ ഒരു കരഭാഗത്ത് തന്നെ വലിയൊരു കിണറുണ്ട്. അതിൻ്റെ മുകളിൽ ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നമ്മളെ തൊട്ട പ്രദേശമായ തട്ടത്തല ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ജനങ്ങൾ ഒരുപാട് വർഷക്കാലമായിട്ട്, ഇപ്പം അടുത്തൊന്നുമല്ല, കുറേ വർഷങ്ങളായിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്തെ ആളുകൾ. ഒരു വലിയ ജലസ്രോതസ് തന്നെയാണ്. ആ വലിയൊരു ജലസംഭരണിയാണ് നമ്മൾ മനക്കുളം. ആ സംഭവം 2011 മൈൻ ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കുളത്തിൻ്റെ 3 ഭാഗം കെട്ടിയത്. ചുറ്റുമതിലേക്ക് കെട്ടി. സ്വാഭാവികമായിട്ട് അത് വെള്ളത്തിൻ്റെ പ്രയാസം. വെള്ളം ഈ കിണർ നല്ല പമ്പിങ്ങുള്ള കിണറാണ്. 2013-14 അതിൻ്റെ മതിലിടിഞ്ഞു പോയി. ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ MLA ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ കുളമുണ്ട്, നല്ല കുളമാണ്, നമുക്കത് അനുയോജ്യമാക്കി എടുക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി എടുക്കണം, ഒരു നീന്തൽ കുളയും മാറ്റിയെടുക്കുക. ആ പ്രദേശത്ത് ഏത് മേഖല നമുക്ക് ആ കുളത്തെ ഉപയോഗപ്പെടുത്തി എടുക്കാം. അപ്പം പ്രിയപ്പെട്ട MLA കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ കടന്നു വന്ന 1 കോടി രൂപയാണ് ആ കുളത്തിന് അനുവദിച്ചത്. 1 കോടി രൂപ നിലവിൽ ആ കുളത്തിന് ഫണ്ട്. 1 കോടി രൂപ ആ കുളത്തിന് നല്ല സൗന്ദര്യവൽക്കരണത്തോടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന കുളം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി. അതിലെന്തൊക്കെ? ചുറ്റുമതിലുണ്ട്, കൈവരുണ്ട്, ഇന്റർലോക്ക് ഉണ്ട്, എല്ലാം സൗകര്യപ്രദമായിട്ടുള്ള കുളമാണ്. 1 കോടി രൂപ ആ വർക്കിന്റെ കഴിഞ്ഞ നമുക്കറിയാം മഴ. ഞാൻ വീണ്ടും മഴ വളരെ പ്രയാസപ്പെട്ട് നമുക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ ഈ കാലങ്ങളിൽ മഴ കൊണ്ട് നമുക്ക് കുളവുമായി ബന്ധപ്പെട്ട വർക്കൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കഴിഞ്ഞ കുളവുമായി ബന്ധപ്പെട്ട ആ മനക്കുളത്തിന്റെ വർക്കിന്റെ എല്ലാ നടപടിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ വർക്ക് എടുത്ത് 1 കോടി രൂപയുടെ വർക്ക് ഒരു വ്യക്തി എടുത്തിട്ടുണ്ട്.
മലപ്പുറത്തൊരു വ്യക്തി ആ കുളവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടി വർക്കാ കക്ഷി എടുത്തിരിക്കുകയാണ്. ഇനി വർക്ക് തുടങ്ങാനുള്ളൂ. അപ്പൊ അധികം വൈകാതെ നമുക്കതൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടൊരു കുളമായിട്ട് നമുക്ക് കാണാൻ കഴിയും, ജനങ്ങൾ സമർപ്പിക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പുമായി വരണ മാർച്ച് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാർച്ചോടെ തുറപ്പിനെ ആ പ്രവൃത്തി തുടങ്ങി അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. മഴ ഇല്ല, മഴക്കൊന്ന് കുറവ് വന്നാൽ വെള്ളം വറ്റുന്നതനുസരിച്ച് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. നല്ലൊരു സൗന്ദര്യവൽക്കരണ കുളമായിട്ട് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എല്ലാം അഭിമാനകരമായ ഒരു കാര്യമാണ് അങ്ങ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. തന്റെ വാർഡിലെ ഒരു പൊതുകുളത്തിന് 1 കോടി രൂപയിലധികം അതിന് ഫണ്ട് വെച്ച് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അതിന്റെ വർക്കുകൾ വരും ദിവസങ്ങളിൽ നടക്കുകയും അതോടൊപ്പം തന്നെ അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ ഒരു പക്ഷേ വരുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിക്ക് കഴിയുമെന്നത് അഭിമാനത്തോടെ, അതിലേറെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഇത് തന്നെയാണ് ഒരു ജനപ്രതിനിധിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ബാപ്പുട്ടിക, ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥതയോടെ എടുത്തു പറയാൻ ഈ ജനങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ പ്രയത്നത്തെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇപ്പം നമുക്കറിയാം, ഞങ്ങളെ ഈ കാലഘട്ട സമയത്ത് തന്നെ കോവിഡ് പ്രളയവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെ പഞ്ചായത്തിൽ വിഷയമുണ്ടായതാണ്. കാരണം പഞ്ചായത്തിൽ പ്രളയം വരുമ്പോൾ നേരത്തെ തന്നെ പ്രളയം ആവുന്ന ഘട്ടത്തിലൊക്കെ നമ്മളെ പഞ്ചായത്തിൻ്റെ ചില വാർഡുകളൊക്കെ പ്രയാസം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാടം ഭാഗത്തൊക്കെ എൻ്റെ വാർഡൊക്കെ എൻ്റെ പ്രദേശത്തേക്ക് വാർഡുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നമ്മളെ ഈ ഭാഗത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രയാസത്തിൽ അവരെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോവിഡ് സമയങ്ങളിൽ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് എല്ലാവിധ സഹായവും ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം, അതോടൊപ്പം എൻ്റെ നാട്ടിലെ യുവജന കൂട്ടായ്മകൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണം കൊണ്ട് എൻ്റെ പ്രദേശത്ത് ഈ പാണ്ഡ്യമുറ്റം വാർഡിൽ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ വന്നിട്ടില്ല. അതിനനുസരിച്ച് പ്രവർത്തനം, ആരോഗ്യ മേഖലയിൽ പ്രവർത്തനത്തേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് അങ്ങയുടെ വാർഡിൽ എത്ര റോഡുകളാണ് പുതുതായിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള റോഡുകൾ ഗതാഗത യോഗ്യമാക്കി ടാറിങ്ങോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു? 2 കോടി രൂപ, 2 കോടി 4 ലക്ഷം രൂപയോളം എൻ്റെ പ്രിയപ്പെട്ട MLA-യിലൂടെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 1 കോടി രൂപയാണ് ഞാൻ മനക്കുളത്തേക്ക് മാറ്റിയെന്ന് പറയുന്നതും മനക്കുളത്തിലേക്ക് വന്ന ഫണ്ടും. ബാക്കി നമ്മളെ എൻ്റെ വാർഡിൽ ഈ മെയിൻ റോഡിലൂടെ കടന്നു പോകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രൈനേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് MLA-യുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് MLA ഫണ്ട് ലഭ്യമാക്കി തന്നിട്ടുണ്ട്. 45 ലക്ഷം രൂപയോടെ ആ മേഖലയിലൂടെ ഫണ്ട് ലഭ്യമാക്കി തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രദേശത്ത്, എൻ്റെ മൂച്ചിക്കൽ പ്രദേശത്ത്, പാണ്ഡ്യമുറ്റത്തെ മൂച്ചിക്കൽ പ്രദേശത്ത് ഏറെയും റോഡുകളൊക്കെ മൺ റോഡുകളാണ്. പഞ്ചായത്തിലേക്ക് കൊടുക്കാതിരിക്കുന്ന പല റോഡുകളും ഇപ്പോഴും ഉണ്ട് എൻ്റെ പ്രദേശത്തുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന റോഡുകളാണ്, ഒരുപാട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന റോഡുകളാണ്. പക്ഷേ പല റോഡുകളും, ചില റോഡുകളും ഇപ്പോഴും പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ തരുന്ന മുറക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള എത്ര റോഡുകൾ ഞാൻ പഞ്ചായത്തിലേക്ക് 2020 പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് 2 റോഡിനെ എനിക്ക് നൽകിയിരുന്നു. അന്നും നേരത്തെ ഉണ്ടായിരുന്ന മൺ റോഡിനെ 2 റോഡാണ് പഞ്ചായത്ത് ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താൻ ആ സമയത്ത് എനിക്ക് കിട്ടിയത്. ആ 2 റോഡിനെയും 3/4 ഭാഗം എനിക്ക് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്ത റോഡിൻ്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൂടെ ഫണ്ട് ലഭ്യമാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അവിടെ എനിക്കുള്ളത് റോഡുകൾക്ക് ഫണ്ട് വെച്ചിട്ടാണ് ഇറങ്ങുന്നത് ഞാൻ. കാരണം എൻ്റെ ഒരു പ്രദേശത്തുണ്ട് മൂച്ചിക്കൽ ഷിഹാബ് തങ്ങൾ എന്ന് പറയുന്ന റോഡുണ്ട്. എൻ്റെ പ്രദേശത്താണ് മൂച്ചിക്കൽ ഷിഹാബ് തങ്ങൾ റോഡുണ്ട്. ആ റോഡുമേൽ 17 ലക്ഷം രൂപയാണ് ആ റോഡുമേൽ ആകെ വകയിരുത്തിയത്. MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ട് ആകെ 2 ലക്ഷം രൂപയാണ് ഞാൻ വകയിരുത്തത്. ബാക്കി MLA-യുടെ 3 ഘട്ടമായിട്ടുള്ള ഫണ്ടാണ് ഞാൻ ആ റോഡുമേൽ 15 ലക്ഷം 5 വെച്ചത്. അതിൽ 7 ലക്ഷം രൂപയുടെ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി 10 ലക്ഷം രൂപയുടെ വർക്കിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിനുള്ളിൽ, ഈ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാർച്ച് മാസം എടുത്തുമ്പോൾ ആ റോഡിന് വർക്ക് പൂർത്തീകരിക്കും. ആ റോഡ് ഒന്ന് തൊട്ടടുത്ത് തന്നെ എൻ്റെ സഫ ഓഡിറ്റോറിയം, മൂച്ചിക്കൽ കണ്ണന്തലി ഭാഗത്ത് സഫ ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലൂടെ റോഡ് പോകുന്നത് മൂച്ചിക്കൽ കൈതവളപ്പ് റോഡ് എന്ന് പറയും. മൂച്ചിക്കൽ കൈതവളപ്പ് റോഡ്. ആ റോഡിനെ 8 ലക്ഷം രൂപയാണ് പഞ്ചായത്ത്, നമ്മളെ പ്രിയപ്പെട്ട MLA-യിലൂടെ ആ ഫണ്ട് ലഭ്യമാക്കി പൂർത്തീകരിച്ചത്. പരമാവധി MLA ഫണ്ട് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ അതിന്റെ ബാക്കിയും കൂടെ ഞാൻ MLA-യുടെ എത്തി. MLA അതിന് ഡ്രൈനേജ് വിത്ത് റോഡിലേക്കാണ് നൽകിയിട്ടുള്ളത്, ആ റോഡിലേക്ക്. അപ്പൊ ആ റോഡും പൂർത്തീകരിക്കാൻ കഴിയും ഈ ഒരു 2 മാസം ഈ തെരഞ്ഞെടുപ്പ്. ഡ്രൈനേജ് വരുന്നതോടുകൂടി അവിടുത്തെ വെള്ളക്കെട്ടിന്റെ പരിഹാരവും ആ
റോഡിൽ ഡ്രൈനേജ് ഇതിൻ്റെ തൊട്ടടുത്ത ഡ്രൈനേജ് ഉണ്ട്, അവിടെ ആ ഡ്രൈനേജും കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലവിലെ തോടിനെ ഡ്രൈനേജ് രൂപത്തിലേക്ക് 3,30,30,000 രൂപ മുടക്കി ഞാൻ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. കാരണം അത് നാളെയോ മറ്റന്നാൾ നടക്കും, ആ അവസ്ഥയിൽ വന്നിരിക്കുന്നത്. അതിന് ടെൻഡർ പൂർത്തീകരിക്കും. അപ്പം ഞാൻ വെച്ച റോഡിനൊക്കെ എല്ലാം ഫണ്ട് ലഭ്യമാക്കി അതിൻ്റെ പൂർത്തീകരണം നടത്തിയ ശേഷം ഇറങ്ങുന്നത്. അതോടൊപ്പം പുതുതായിട്ട് ചെയ്യാനുള്ള ടെൻഡറുകളും നടപടികളും ഒക്കെ ചെയ്ത് ഒക്കെ പൂർത്തി ഇനി വരുന്ന വ്യക്തികൾക്ക് ഞാൻ വരുന്ന മാസമോ അല്ലെങ്കിൽ പിറ്റേ മാസമോ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഈ വർക്കുകളൊക്കെ നടക്കാൻ കഴിയും. ഫണ്ട് ലഭ്യം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഫണ്ട് ഈ റോഡിലേക്ക് ഓൾറെഡി വെച്ച് അതിനെല്ലാ പേപ്പർ വർക്കേഴ്സും പൂർത്തീകരിച്ചിട്ടാണ് എൻ്റെ ഇറക്കം. അഭിമാനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മിക്കവാറും റോഡുകൾക്ക് ഫണ്ട് വെച്ച് പൂർത്തീകരിച്ചു. ഇനിയുള്ള റോഡുകൾ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് എന്ന സന്തോഷകരമായ സാഹചര്യം നമുക്ക് മുമ്പിൽ വെക്കുന്നു. റോഡുകൾക്ക് കൈവരി കെട്ടുക അല്ലെങ്കിൽ ഡ്രൈനേജ് ഉണ്ടാക്കുക എന്നുള്ള അത് പഞ്ചായത്തിലേക്ക് നിലവിലെ ഡ്രൈനേജ് കൈവരി കിട്ടുക പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശുചിത്വ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കൈവരി കെട്ടാൻ പറ്റും. നമ്മളെ പഞ്ചായത്തിൽ നമ്മളെ വാർഡിലൊക്കെ ചില റോഡിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഡ്രൈനേജ് വർക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ കൊണ്ട് വലിയ ഡ്രൈനേജ് വർക്കൊന്നും പഞ്ചായത്തിന് സാമ്പത്തികം കഴിയില്ല. ചെറിയൊക്കെ 2 ലക്ഷം 3 ലക്ഷം രൂപേൻ്റെ ഒക്കെ ഡ്രൈനേജ് നിർമ്മാണം നടത്താൻ കഴിയും. അത് നമ്മളെ വാർഡിൽ നടത്തിയിട്ടുണ്ട്. നമ്മളെ വാർഡിൽ നടത്തിയിട്ടുണ്ട്. വലിയ ഡ്രൈനേജ് ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് MLA സഹായം തേടേണ്ടി വരും, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് MLA സഹായം തേടിക്കുന്നത്. MLA ഞാൻ പറഞ്ഞില്ല, എൻ്റെ വാർഡിൽ 45 ലക്ഷം രൂപ ഡ്രൈനേജുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2020 കാലഘട്ടങ്ങളിലുള്ള ആ സമയത്തൊക്കെ വലിയൊരു മഴ പെയ്താൽ തന്നെ നമ്മുടെ പാണ്ടിമുറ്റം ടൗണ് ബേസ് ചെയ്തിട്ട് ഒരു വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് അത് കാണുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണുന്നത്? അത് ആ വെള്ളക്കെട്ട് നിങ്ങൾക്ക് താഴ്ന്ന പ്രദേശം, ആ റോഡ് വളരെ പ്രയാസം. ആ വെള്ളക്കെട്ടിനെ പരിഹരിക്കാൻ കൂടി തന്നെയാണ് ഈ ഡ്രൈനേജിനെ ഞാൻ കൊണ്ടുവന്നത്. ഈ ഡ്രൈനേജ് കൊണ്ടുവന്ന റോഡ് ഉയർത്തിയപ്പോൾ പക്ഷെ ഡ്രൈനേജ് ഇല്ലായിരുന്നു. റോഡ് ഉയർത്തുമെന്ന് റോഡിനെ ലെവലാക്കി കൊണ്ടുപോകുന്ന ഡ്രൈനേജ് ഇല്ല. പക്ഷെ ആ ഡ്രൈനേജ് ഉണ്ടായാൽ മാത്രമേ വെള്ളക്കെട്ടിനെ പരിഹാരമാവുള്ളൂ ശ്രദ്ധയിൽപ്പെടുത്തു. MLA ശ്രദ്ധയിൽപ്പെടുത്തു. MLA വീണ്ടും നമുക്ക് ഫണ്ട് ലഭ്യമാക്കി തന്നു. അതാണ് പാണ്ടിമുറ്റത്ത് നിന്ന് മൂച്ചിക്കൽ വരെ ഡ്രൈനേജ് ഉണ്ട്. അപ്പോൾ ആ ഡ്രൈനേജ് വന്നുകൊണ്ട് മൂച്ചിക്കൽ നിന്ന് വരുന്ന ആ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ വെള്ളം നേരെ റോട്ടിലൂടെ വന്നുകൊണ്ട് ഇവിടെ എവിടെയും കെട്ടി നിൽക്കില്ലായിരിക്കും. അപ്പോൾ അതില്ല, നേരെ ഡ്രൈനേജിൽ ഒഴുകിയിട്ട് നേരെ വെള്ളിയാം പാണ്ടിമുറ്റത്തുള്ള കോട്ടയിൽ തോടുന്ന തോടുണ്ട്. ഒരു 3-4 വർഷം മുമ്പ് പാണ്ടിമുറ്റത്തിന്റെ ഭാഗങ്ങളൊക്കെ വെള്ളക്കെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ MLA അകമഴിഞ്ഞ സഹകരണ സാന്നിധ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. MLA നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. ആ വിഷയത്തില ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇപ്പം അതിൻ്റെ വെള്ളിയാമ്പ്ര ബ്ലോക്ക് അനിത മെമ്പർ എന്ന് പറയും. ആകെ എനിക്ക് ഒരു തോടാണ് വിഷയം. ആ തോടിൻ്റെ തൊട്ടടുത്ത തോടിലൂടെ 10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് തോടിൻ്റെ 2 സൈഡും കെട്ടിയിട്ടുള്ളത്. അതിൽ 5 ലക്ഷം രൂപയുടെ പൂർത്തീകരണം നടത്തി. ഇനി 5 ലക്ഷം രൂപയുടെ പൂർത്തീകരണം നടത്താനുണ്ട്. ഡ്രൈനേജ് പാണ്ഡിത്യത്തിലേക്ക് വരുന്ന താനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തുടങ്ങുന്ന അങ്ങനെ തെയ്യാല കുണ്ടൂർ തോട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന തോടാണ് ഈ കോട്ടയിൽ പന്തീരായി തോട് നടന്നത്. അതിൻ്റെ 12-ാം വാർഡിൻ്റെയും 11-ാം വാർഡിൻ്റെയും ഭാഗത്തു കൂടെ എങ്ങനെ ബോർഡർ കടന്നു പോകും. 12, 13, 13, 11 ഈ 3 വാർഡിൻ്റെയും ബോർഡറിൽ കടന്നു പോകുന്ന തോടാണ് കോട്ടയിൽ പന്തീരായി തോട് നടന്നത്. താനൂർ മുനിസിപ്പാലിറ്റി 2-3 വർഷം മുമ്പ് പാണ്ടിമുറ്റത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പാണ്ടിമുറ്റത്തിന്റെ പല ഭാഗങ്ങളിൽ, ടൗണിലടക്കം. ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പിന്നിലെ രഹസ്യം വലിയ രീതിയിൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി റോഡിന്റെ 2 സൈഡുകളിലും ഡ്രൈനേജ് കെട്ടിയ വെള്ളം തോടുമാർഗം ആ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടെ ആ വാർഡിന്റെ മെമ്പർ നിങ്ങളോട് സംസാരിക്കാൻ, അഭിമാനകരമായ ഒരു നേട്ടത്തെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് പങ്കുവെക്കുക. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രയോജനം എത്രമാത്രം അങ്ങയുടെ വാർഡിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്ക് 2019 അതിന് ലൈഫിലേക്കുള്ള അപേക്ഷ ഓൺലൈൻ വഴി സ്വീകരിക്കുന്നത്. അതോടൊപ്പം 2010 അവസാനവും 2020 തുടക്കവുമാണ് ഈ ലൈഫ് ഭവന പദ്ധതിക്കുള്ള അപേക്ഷ സർക്കാർ പറയുന്നത് അപേക്ഷ കൊടുക്കണമെന്ന് പറയും. പഞ്ചായത്തിന് യാതൊരു ബന്ധമില്ലാത്തൊരു പദ്ധതിയുമായി പക്ഷേ ഫണ്ട് വാങ്ങിയിട്ടുള്ള പഞ്ചായത്തായിരിക്കാം. പക്ഷേ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല. നേരെ ഓൺലൈൻ വഴിയാണ് ആളുകൾ അന്ന് ഈ വീട് പ്രയാസപ്പെടുന്ന ആളുകൾ, വീടില്ലാത്തവർ 2010 അവസാനവും 2020 തുടക്കത്തിലാണ് ഓൺലൈൻ അപേക്ഷ ചെയ്തത്. ആ അപേക്ഷ കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപേക്ഷ പുറംലോകം അറിയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി 2023 സർക്കാർ പറയുന്നത് അതിൻ്റെ അപേക്ഷ എടുക്കുന്നത്. നേരത്തെ 2019 കൊടുത്ത അപേക്ഷ മേശപ്പുറത്തേക്ക് വരുന്നത് 2023 2023 വരുന്നത്. ആ 2023 നോക്കിയപ്പോൾ എൻ്റെ വാർഡിൽ 17ഓളം കുടുംബങ്ങൾ അപേക്ഷയിലുണ്ടായിരുന്നു. എൻ്റെ വീടിൽ 17 കുടുംബങ്ങൾ വീടിന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുത്തിരുന്നു. ഈ വാർഡിൽ 17 പേര് കൊടുത്തിരുന്നു. അതിൻ്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 3 വിഭാഗമാണ് അന്വേഷണം നടത്തിയത്. 3 ടീമാണ് ഈ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്.
വ്യത്യസ്തമായിട്ട് അതൊന്നും പഞ്ചായത്തിൻ്റെ ഇതിൽപ്പെട്ടല്ല, ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വ്യത്യസ്തമായിട്ടുള്ള 3 ടീമുകളാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണം നടത്തിയതിന് ശേഷം അവസാനമാണ് ഇതിൻ്റെ അന്തിമ പട്ടിക. അപ്പൊ തീർച്ചയായിട്ടും അതിൽ പാർട്ടി പക്ഷപാതം കാണിച്ചു എന്ന് പറയാനാവില്ല. ഒന്നില്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ടില്ല, പഞ്ചായത്തിന് പോലും ആ വെച്ച അപേക്ഷ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും കൃത്യമായ രീതിയിൽ. കാരണം നിലവിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ലൈഫ് മിഷൻ പദ്ധതി, അതിന് ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കുന്നു. ആ ഓൺലൈൻ വഴി വന്ന് സ്വീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീർപ്പ് നൽകി അതിൻ്റെ അപേക്ഷ പുറലോകത്തിൽ കാണുന്നത്, അതുമായി അന്വേഷണം നടത്തുന്നതിന് വേണ്ടി 2023 വരുന്നത്. അപ്പോഴാണ് സർക്കാർ ഓർഡർ ഉണ്ട് 23 വരുന്നത്. 23 വരുമ്പോൾ അത് ജില്ലാ കളക്ടറുടെ ആ നിർദ്ദേശപ്രകാരം മൊത്തം എല്ലാ പഞ്ചായത്തിലും വിവിധ ബന്ധപ്പെട്ട ഒരു ടീമാണ് ഇറങ്ങുന്നത്. ഒരു വ്യത്യസ്തമായുള്ള ടീം. ആ ടീമാണ് ഇവരെ പോയി കണ്ടെത്തിയതും ഈ കണ്ട പേർക്ക് ആവശ്യമുണ്ടോ, പേരെ ലഭ്യം ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമതല്ല, ഈ 4 ടീമിൻ്റെ 3 വിഭാഗം ടീമിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അന്തിമ ലീസ്റ്റായിട്ട് പുറത്തിറങ്ങുന്നത്. ഈ ഭവന പദ്ധതി ലീസ്റ്റ് പഞ്ചായത്തിന് എന്തില്ല, ആ ലീസ്റ്റ് മാറ്റിക്കിരുത്താനോ ആ നിലവിലുള്ള ആളെ അടിയിൽ കൊണ്ടുവരാനോ നേരത്തെ അടിയത്താളെ മേലെ കൊണ്ടുവരാനോ ഒന്നും പഞ്ചായത്തിന് സാധ്യമല്ല, കഴിയില്ല. കാരണം വളരെ ഇതിലാണ് ഉഷാദീരാൻ പോകേണ്ട ആ ലിസ്റ്റ് വന്നത്. പക്ഷേ ആ ലിസ്റ്റ് വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കറിയാം, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭവന പദ്ധതി കൊടുത്തിരുന്നു. അത് ഗ്രാമസഭ, അതാണ് ബന്ധം, ജനങ്ങളായിട്ടൊരു ബന്ധം. ഗ്രാമസഭയിലേക്ക് ആളുകൾക്ക് ലിസ്റ്റ് വരും, ഗ്രാമസഭയിൽ ഫോറം കൊടുക്കും, ഗ്രാമസഭയിലേക്ക് ആളുകൾ എത്തും, ഗ്രാമസഭയിൽ നമുക്ക് അനുയോജ്യമായ ആളുകളെ ഗ്രാമസഭയിൽ കണ്ടെത്തുന്ന ആളുകളെ കണ്ടെത്തി ഇന്ന ആൾക്ക് വീട് വേണമെന്നുള്ള അങ്ങനെ അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്. 2010 കാലഘട്ടത്തിലൊക്കെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തിലുള്ള ആ പദ്ധതി നടപ്പിലാക്കിയത്. അന്ന് എനിക്ക് എൻ്റെ വാർഡിൽ ഞാൻ ആ വർഷക്കാലഘട്ടത്തിന് 15ഓളം കൂടി എനിക്ക് ആ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പൂർത്തീകരിച്ച് കൊടുക്കാൻ. അന്ന് ആ 2010 കാലത്ത് പഞ്ചായത്തിന്റെ ഭവന പദ്ധതിയിൽപ്പെട്ടിട്ട് എനിക്ക് 15ഓളം വീടുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വാർഡിൽ. ഈ 20 വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ ഈ ലൈഫുമായി ബന്ധപ്പെട്ട് 17 പേരോളം ഉണ്ടായിരുന്നു ലിസ്റ്റിൽ. അപ്പോൾ പഞ്ചായത്തിൽ ഒരുപാട് അപേക്ഷകരുണ്ടായിരുന്നു. ആ അപേക്ഷകൾ അവസാനം കണ്ടെത്തിയപ്പോൾ പല 8ഓളം ആളുകൾ ഈ ലിസ്റ്റിൽ നിന്ന് തള്ളിപ്പോയിട്ടുണ്ട്. എൻ്റെ വാർഡിൽ നിന്ന് തള്ളിപ്പോയി. കാരണം തള്ളാനുള്ള കാരണം മാനദണ്ഡങ്ങളാണ്. ചിലർക്ക് റേഷൻ കാർഡ് ഇല്ലാത്ത വിഷയമായിട്ടുണ്ട്, ചിലർക്ക് വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് 2019 അപേക്ഷ കൊടുക്കുന്നു, 2023 എത്തുമ്പോൾ ചില ആളുകൾ വീട് നിർമ്മാണം സ്വന്തമായിട്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കടവും അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് പേരുണ്ടായിട്ടുണ്ടായിരിക്കാം. അവർ ഈ 2023 എത്തിയപ്പോൾ തന്നെ ചില ആളുകൾ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്, മേൽക്കൂര നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് 8ഓളം വീടുകൾ എനിക്ക് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ വീട് നിർമ്മാണം ചെയ്ത് കൊടുക്കാൻ ബാക്കി വീട് കഴിഞ്ഞ ആ ലിസ്റ്റ് ഇവിടെ ആരും ഒഴിവാക്കിയില്ല. കാരണം നിലവിൽ 4 വീട് പൂർത്തീകരിച്ചു, ഒന്നതിന് വർക്ക് നടക്കുന്നുണ്ട്, ബാക്കി 2 നമ്മൾ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ഈ വാർഡിൽ. നിലവിൽ ആരെയും എന്തല്ല, നിലവിലെ ലിസ്റ്റിൽ നിന്നുള്ള അന്തിമ ലിസ്റ്റ് വന്നപ്പോൾ അവർ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കി വന്ന ലിസ്റ്റ്പ്പെട്ട എൻ്റെ വാർഡിൽപ്പെട്ട 8ഓളം ആളുകൾക്ക് ഞാൻ ആ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണം ചെയ്താക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് 5 വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വീട് അതിൻ്റെ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഓരോ പദ്ധതികളിലും തൻ്റെതായ കൃത്യമായ ഇടപെടലുകൾ ഈ നാടിനെ ചേർത്ത് പിടിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഈ മെമ്പർ അദ്ദേഹത്തിൻ്റെ സാമീപ്യമാണ് ഇവിടെ തുറന്ന് സംസാരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയും നിർമ്മിച്ച് നൽകി എന്ന സന്തോഷകരമായ സാഹചര്യം അങ്ങ് പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മളെ പഞ്ചായത്തിലെ ഏക ആയുർവേദ ഹോസ്പിറ്റൽ ഈ വാർഡിലാണ്. ആദ്യം വാടക കെട്ടിടത്തിലായിരുന്നു, അതിൽ നിന്ന് മാറ്റം വരുത്തി പഞ്ചായത്ത് അനുയോജ്യമായ ബിൽഡിംഗ് ഉണ്ടാക്കി. അബ്ദുറഹിമാൻ രണ്ടത്താണി സാഹിബ് MLA ആയ സമയത്ത് താനൂരിന്റെ ഭാഗമായിരുന്നു ഫണ്ട് ലഭ്യമാക്കിയത്. അങ്ങനെ അനുയോജ്യമായി നല്ല സൗകര്യപ്രദമായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഡിസ്പെൻസറി നമ്മുടെ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലാണ്, 12 വാർഡിലാണ്. അതിന് എല്ലാ വർഷവും 13 ലക്ഷം രൂപ 15 ലക്ഷം രൂപയുടെ മരുന്നാണ് നമ്മൾ എത്തിക്കുന്നത്. ഓരോ വർഷവും പഞ്ചായത്ത് ചെയ്ത് ലഭ്യമാക്കുന്നത്. കാരണം അത് ജനങ്ങളെ ആവശ്യമാണ്. ആരോഗ്യ മേഖല എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ഒരു ആവശ്യമായ കാര്യമാണ്. ആയുർവേദ ഹോസ്പിറ്റലിൽ ഇന്ന് വരെ മരുന്നിന് ഫണ്ട് ലഭ്യമാക്കി തന്നെ ഞങ്ങൾ മരുന്നില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓരോ വർഷവും 12 ലക്ഷം രൂപ 15 ലക്ഷം രൂപ പഞ്ചായത്ത് മരുന്നിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നുണ്ട്, ഈ ഡിസ്പെൻസറിക്ക് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ആ ഡിസ്പെൻസറി ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഈ 2020-25 വർഷക്കാലയളവിൽ 5 വർഷക്കാലയളവിൽ ഡോക്ടർ പറയുന്ന അവിടെ വരുന്ന ഓരോ ഡോക്ടർമാർ വരുന്ന അതാത് വർക്കുകളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം 3 ലക്ഷം രൂപ ആ മേഖലയിലേക്ക് എനിക്ക് പദ്ധതി പഞ്ചായത്തിലൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടും ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യപരമായ മേഖലയിലും അങ്ങയുടെ ശ്രമഫലമായിട്ടുള്ള എൻ്റെ വാർഡിലെ ഒരു ഹോസ്പിറ്റലാണ് അന്നമ്പ്ര പഞ്ചായത്തിന്റെ ഏക നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ. ഒരുപാട് ആളുകളുടെ സഹായം അവിടെ എത്തുന്നുണ്ട്. ഒരുപാട് നമ്മളെ പഞ്ചായത്തും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ
ആയുർവേദ ഹോസ്പിറ്റലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഡോക്ടർ സേവനം രാവിലെ തുടങ്ങിയിട്ട് ഉച്ചവരെ 2 മണി വരെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ആ ഹോസ്പിറ്റലിന് പഞ്ചായത്ത് എല്ലാ വർഷവും അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ ഹോസ്പിറ്റലിൽ. ഓരോ വിഭാഗങ്ങളെയും ചേർത്ത് വെക്കുകയാണ്. ആരോഗ്യപരമായ മേഖലക്ക് ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് ഈ വാർഡിൽ. അതിന് വേണ്ട പരിഗണന ഓരോ വർഷവും 12 ലക്ഷം രൂപയോളം മരുന്നിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു എന്നാണ് നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. സ്ത്രീകളുണ്ടെന്ന് പറയും, SC ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവർക്ക് ചുറ്റുമതിലിന്റെ പുറമെ അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയോ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ ഞാൻ 2 കോളനി, ഒരു റോഡിൻ്റെ പേര് തന്നെ SC കോളനി റോഡ് എന്നാണ്. SC കോളനി റോഡ് എന്നാണ്. ഞാൻ ഈ 2020 ഈ വർഷ കാലയളവിൽ തന്നെ ആ റോഡിൻ്റെ ഒരു 270ഓളം മീറ്ററുള്ള റോഡാണ്. ആ റോഡിൻ്റെ 200 മീറ്റർ എനിക്ക് പൂർത്തീകരിച്ച് 2 സൈഡ് റോഡിൻ്റെ 2 സൈഡും ഭിത്തി കെട്ടി റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. 100 മീറ്റർ ഉണ്ടാവില്ല, ഒരു 75-80 മീറ്ററേ പൂർത്തീകരിക്കാനുണ്ടാവുള്ളൂ. അത്രയും ഞാൻ ആ റോഡുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തേക്ക് റോഡ് വളരെ പ്രയാസമുള്ള സ്ഥലത്തേക്ക് ആ പ്രദേശത്തേക്കുള്ള റോഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ SC കോളനി തന്നെ സോളാർ ലൈറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ 3 ലക്ഷം ഒരു ലൈറ്റിന് വകയിരുത്തിക്കൊണ്ട് സോളാർ ഹൈമാസ് ലൈറ്റ് നിർമ്മാണം അവിടെ എത്തിക്കുന്നുണ്ട്. 2 കോളനിയിലും ഓരോ ലൈറ്റ് ഉണ്ട്. അതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ പ്രവൃത്തി നടക്കും. കാരണം എഗ്രിമെന്റ് വെച്ച് വർക്കാണ്, തടസ്സങ്ങളില്ല. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ പഞ്ചായത്തിലേക്ക് അതിൻ്റെ ജില്ലാ പഞ്ചായത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ വർക്ക് 3 ലൈറ്റാണ് നമ്മളെ ഈ വാർഡിലുള്ളത്. 3 ലൈറ്റ് സോളാർ ജില്ലാ പഞ്ചായത്തിന് മെമ്പർ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് 9 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട്. അത് 2 കോളനിയും 1 മറ്റടുത്ത പ്രദേശത്താണ് വെച്ചിട്ടുള്ളത്. ആ 3 സോളാർ ഹൈമാസ് ലൈറ്റാണ്. അത് ഏകദേശം ഞാൻ കണ്ടിടത്തോളം ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ മറ്റുള്ള വർക്കുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കും, പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. കാരണം തൊട്ട പഞ്ചായത്തിലേക്ക് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ പ്രദേശത്തും നമ്മളെ പഞ്ചായത്തിനും അതിൻ്റെ വർക്ക് നടക്കും. അപ്പോൾ അത് ഞാൻ കോളനിയിലേക്ക് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഞങ്ങളെ കോളനിയിൽ SC വിഭാഗത്തിനുള്ള ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിന് അനുയോജ്യമായ ഒരു ദഹിപ്പിക്കുന്ന ചൂള, അവർക്ക് ദഹിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ സാധാരണ തന്നെ ദഹിപ്പിക്കാനുള്ള സൗകര്യപ്രദമായ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചൂള നിർമ്മാണം ആക്കിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഞാൻ അതിൻ്റെ ആ പദ്ധതി നടപ്പിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട അതും ആ ശ്മശാനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ട്. ബ്ലോക്കിൻ്റെ ഒക്കെ പല സഹകരണം നേരത്തെ ബ്ലോക്കിൻ്റെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിന് ചുറ്റുമതിൽ നിർമ്മാണം നടത്തിയത്. കഴിഞ്ഞ ഭരണസമിതിൻ്റെ മുമ്പ് തന്നെ അവരുടെ ഉപകരണങ്ങൾ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കെട്ടിടം അതിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം അവർക്ക് ഈ ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചൂള നിർമ്മാണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. SC വിഭാഗത്തെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു മെമ്പർ. അവർക്ക് അതിലൊരു ശ്മശാനമുണ്ട്. SC വിഭാഗത്തിന്റെ ശ്മശാനം നിലകൊള്ളുന്നു. മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡി ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രിക് അല്ലാത്ത സംവിധാനങ്ങൾ അദ്ദേഹം അവർക്ക് സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന ഒരു നേട്ടം കൂടി കൈവരിക്കുന്നു. അപ്പോൾ ഈ വാർഡിലെ എല്ലാവരും തൻ്റെ ജനങ്ങളാണ് എന്ന ഒറ്റ കണ്ണോടെ ചേർത്ത് പിടിച്ച ഒരു മെമ്പറാണ് നമുക്ക് മുമ്പിലുള്ളത്. അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ വാർഡിൽ അങ്ങ് പടിയിറങ്ങുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും അങ്ങയുടെ ഓർമ്മയിലോ അതല്ലെങ്കിൽ ആരെങ്കിലും ഓർമ്മിപ്പിച്ചതായിട്ടോ കിടക്കുന്നുണ്ടോ? ഞാൻ ഇറങ്ങുമ്പോൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒന്നുണ്ട് എൻ്റെ മുന്നിൽ. അത് ഒരു പ്രയാസം തന്നെയാണ്. കാരണം എൻ്റെ ഉൾപ്പെട്ടതല്ല, വലിയൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ഫണ്ട് ലഭ്യമാക്കണത്. കാരണം 12-ാം വാർഡിൻ്റെയും 11-ാം വാർഡിൻ്റെയും 15-ാം വാർഡിൻ്റെയും ഇടയിൽ കടന്നു പോകുന്ന റോഡുണ്ട്. CK-പടി നെല്ലിശ്ശേരി റോഡ് എന്ന് പറയുള്ളൂ. നമുക്കിവിടെ പ്രയാസങ്ങളുണ്ട്. നമ്മളിവിടുത്തെ പ്രശ്നങ്ങൾ, ഒരു ബുദ്ധിമുട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. മഴ വന്നാൽ വെള്ളക്കെട്ട് നിൽക്കുന്ന പ്രദേശമുണ്ട്. അത് ഞാൻ ഇല്ലാതെ പറയാൻ കഴിയില്ല. കാരണം അത് മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കില്ല. കാരണം ആരുടെ ഇടയിലും അത് സംസാരിക്കാൻ വേണം. കാരണം ആ റോഡിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പക്ഷേ ശ്രമം നടന്നില്ല എന്നുള്ളതാണ്. കാരണം 3 വാർഡിലൂടെ കടന്നു പോകുന്ന ഒരു റോഡാണ്. ആ റോഡിൻ്റെ 100 മീറ്ററോളം ഭാഗത്താണ് വെള്ളക്കെട്ട് നിൽക്കുന്നത്. പഞ്ചായത്ത് ആ ഒരു 4 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ എടുക്കുന്ന റോഡ് ഉയർത്തി കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഇരുഭാഗത്തുള്ള ആളുകൾ വെള്ളത്തിലാവും. പിന്നെ ഒരു പരിഹാരമുള്ളത്, വെള്ളിയാമ്പറത്ത് നിന്ന് വരുന്ന മഴ പെയ്താൽ വെള്ളിയാമ്പറം ഭാഗത്തുനിന്ന് മെയിൻ റോഡിലൂടെ വെള്ളം ഒഴുകി വരും, നേരെ ഈ പറഞ്ഞ റോഡിലേക്ക് എടുക്കും. അപ്പോൾ വെള്ളിയാമ്പറ റോഡിൽ നിന്ന് ഒരു ഡ്രെയിനേജ് നിർമ്മാണമാണ് ആവശ്യമായി വന്നത് അന്ന്. പക്ഷേ അതിന് വേണ്ടി പല പ്രാവശ്യം ഞങ്ങൾ പല വാതിലും മുട്ടിയിട്ടുണ്ട്. നമുക്ക് അനുവദിച്ചു തന്നാണ്, പക്ഷേ സ്ഥലം നമുക്ക് ലഭ്യമായില്ല. റോഡ് എടുക്കാതെ റോഡിൻ്റെ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെങ്കിൽ പക്ഷേ അതിന് അനുയോജ്യമായ സ്ഥലം ലഭ്യമായില്ല എന്നുള്ളതാണ്. വെള്ളിയാമ്പറന്ന് ഡ്രെയിനേജ് വരികയാണെങ്കിൽ ഒരു പരിഹാരം, ഒരു ചെറിയ തോതിലെങ്കിലും ആ വെള്ളക്കെട്ടിനെ ഇല്ലാതാക്കി ഡ്രെയിനേജ് കൊണ്ടുവന്ന അതിനൊരു പരിഹാരം.
അപ്പോൾ ഈ റോഡിൽ പഴമായി വെള്ളം നിൽക്കുക. അപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടി 2 മാർഗ്ഗം. ഒന്ന് ഡ്രെയിനേജ് നിർമ്മാണം. പക്ഷേ ആ ഡ്രെയിനേജ് വെള്ളിയാമ്പുറം ഭാഗത്ത് നമുക്ക് ഡ്രെയിനേജ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡ്രെയിനേജ് എന്ത് ചെയ്ത് സീക്കപ്പടിക്ക് തുടങ്ങി പാണ്ടിയിട്ട് എത്തിക്കാൻ കഴിഞ്ഞു. സീക്കപ്പടിക്കിൽ നിന്ന് ആ വെള്ളം ഇതിലേക്ക് എത്തിക്കാനുള്ള ആ വെള്ളം അവിടെ നിന്ന് തന്നെ വെള്ളം ഇതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനെ മറികടക്കാൻ മറ്റൊരു മാർഗ്ഗം കണ്ടത് നമ്മൾ ഈ റോഡിൽ നിന്നും ഈ വെള്ളക്കെട്ട് നിൽക്കുന്ന പ്രദേശം റോഡിൽ നിന്നും നമ്മളെ മെയിൻ റോഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കൾവെട്ട് നിർമ്മിക്കുക. ഒരു റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് പാലം നിർമ്മിക്കുക, ഒരു കൾവെട്ട് നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ 2 പ്രാവശ്യം പരപ്പനങ്ങാടി PWAയുമായി വന്നു, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നു. എസ്റ്റിമേറ്റ് 2 ടൈമിലായിട്ട് സർക്കാരിലേക്ക് അയച്ചു. 12 ലക്ഷം രൂപ മുടക്കിയോടെ എസ്റ്റിമേറ്റ് അയച്ചത്. ആ 12 ലക്ഷം രൂപ മുടക്കി. പക്ഷേ സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് 2 ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വർക്ക് അവിടെ തുടങ്ങാൻ കഴിയില്ല. അതങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ വെള്ളക്കെട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ, ആ നിലവിലുള്ള വെള്ളക്കെട്ടിനെ ഈ കൾവെട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. റോഡ് മെയിൻ PW റോഡ് കട്ട് ചെയ്തുകൊണ്ട് നിരന്തരമായ പരിശ്രമം അതിന്റെ 2 ടൈമിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ 2 ടൈമും വന്നു. അവരതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ പേപ്പേഴ്സ് വർക്ക് പൂർത്തീകരിച്ച് സർക്കാരിലേക്ക് അയച്ചു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് അതിന് അനുയോജ്യമായ ഫണ്ട് ലഭ്യമായില്ല. നമുക്കെല്ലാം കിട്ടുന്ന ഫണ്ട് ലഭിക്കേണ്ടത് PWയിലേക്കാണ്. പക്ഷെ ലഭ്യമാകാത്തതുകൊണ്ട് ആ വർക്ക് നടക്കാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു പ്രയാസം. പക്ഷേ ആ വെള്ളക്കെട്ട് പരിഹരിക്കൽ ആവശ്യമാണ്. അതിനുശേഷം MLA ഞങ്ങൾ സമീപിച്ചു. 50 ലക്ഷം രൂപയൊക്കെ ഞങ്ങൾ കൊടുത്തത്. 50 ലക്ഷം രൂപ ആ വെള്ളക്കെട്ട് പരിഹരിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഡ്രെയിനേജ് മാർഗം മറ്റൊരു ലിങ്ക് തോടുണ്ട്, ആ തോടിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും. തൊട്ടടുത്ത ഒരു 200 മീറ്റർ അപ്പുറം തോടുണ്ട്. ആ തോടിലേക്ക് ഈ വെള്ളക്കെട്ട് കൊണ്ടുപോകാൻ കഴിയും. വെള്ളം കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു ഫണ്ട് വേണം. പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല, ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല. ആ പഞ്ചായത്ത് റോഡാണ്, ബ്ലോക്ക് പഞ്ചായത്തിനും കഴിയില്ല. പഞ്ചായത്തിനെ കൊണ്ട് ഈ 50 ലക്ഷം രൂപ ഒന്ന് മുടക്കിയിട്ട് പദ്ധതി കഴിയില്ല. നമുക്കറിയാം ഒരു വർഷം കഴിയുന്ന പ്രയാസങ്ങൾ, ഫണ്ടിന്റെ ലഭ്യതക്കുറവൊക്കെ അറിയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ MLA സമീപിച്ചു. MLA പോലും അത് സർക്കാരിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫണ്ട് ലഭ്യമാക്കാൻ കഴിയാത്ത കൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കിട്ടും. MLA വന്ന് നോക്കിയിട്ടുണ്ട്, MLAയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്, MLA കണ്ടിട്ടുണ്ട്, ആ വിഷയങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MLA സർക്കാരിലേക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ലഭ്യമാക്കുന്ന ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി അനുയോജ്യം കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയത്. ഏതായാലും അത് പൂർത്തീകരിക്കാനും അത് തുടങ്ങാനും കഴിയാതെ പോയിൽ ഒരു വിഷമമുണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായും അത് ഇങ്ങനെ നീണ്ടുപോകുന്നതിന്റെ കാരണം ഒരു പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ശാസ്ത്രീയപരമായ രീതിയിൽ അത് ആ വെള്ളക്കെട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ചുറ്റുഭാഗത്തുള്ള വീടുകൾക്ക് അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം ചെറിയ ചുറ്റുപാട് 4 ലക്ഷം രൂപ മുടക്കിയാൽ 4 ലക്ഷം ഒരു 5 ലക്ഷം പഞ്ചായത്തിനെ കൊണ്ട് മുടക്കാൻ കഴിയാതെ 5 ലക്ഷം. പക്ഷെ ആ റോഡ് ഉയർത്തുക എന്ന ലക്ഷം, ആ ഉയർത്തി കഴിഞ്ഞാൽ ഈ വെള്ളം 2 ഭാഗത്ത് നിൽക്കും. വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, ഏറെ ബുദ്ധിമുട്ടാണ് വീട്ടുകാർക്ക്. റോഡിലെ വെള്ളം നിൽക്കുന്നത് ഇപ്പൊ ജനസഞ്ചാരം പ്രയാസപ്പെടുന്നുണ്ട്, അതിലേറെ ബുദ്ധിമുട്ടിലേക്ക് വരും. വീടുകളിൽ വെള്ളം കയറി നിൽക്കും. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ള, പക്ഷെ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുന്നിലുണ്ടതും യാഥാർത്ഥ്യം. ജനങ്ങൾ മുന്നിൽ യാഥാർത്ഥ്യം പറഞ്ഞല്ലോ. കാരണം ജനങ്ങൾക്ക് അറിയാം, അവർക്ക് അവസ്ഥ മനസ്സിലാക്കിയതാണ്. അതിനുവേണ്ടി നിരന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് ജനങ്ങൾക്കറിയാം, നിരന്തരമായി അതിനു വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾക്കറിയാം. അപ്പൊ അവരെ കൂടെ തന്നെ ഞാൻ നിൽക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ആ ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി മുഖാന്തരം തന്നെയാണ് ഞാനിത് എന്ത് ചെയ്തത്, സമരം നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ പ്രദേശത്തിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും പൊതുപ്രവർത്തകരൊക്കെ അതിന് വേണ്ടി അവർക്കൊക്കെ അറിയാം ഈ വിഷയം പരിഹരിക്കണം എന്നുള്ളത്. കാരണം ആ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പരിഹാരമാകും, വിട്ടുപോകില്ല. ക്ലബ്ബുകളടക്കം എല്ലാവരും ഉണ്ട്. ക്ലബിന്റെ വളരെ സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ നമ്മളെ ന്യൂ സിറ്റി പ്രദേശം പാണ്ടിമുറ്റ് വളരെ സഹകരണമാണ് മെമ്പർ നിലയ്ക്ക്. ഒരുപാട് ചെറുപ്പക്കാരുള്ള വലിയൊരു കൂട്ടായ്മയാണ് പാണ്ടിമുറ്റത്തിന്റെ. ഒരു വലിയ ശബ്ദമാണ് അവർ. ഏത് പിന്നെ പാണ്ടിമുറ്റിന്റെ ന്യൂ സിറ്റി പ്രദേശം എന്ന് പറയുന്ന നല്ലൊരു ക്ലബ്ബാണ്, നല്ല കൂട്ടായ്മയാണ്. അവര് എന്തിനും ഏതിനും ഉണ്ടാകാറുണ്ട്. ഇപ്പൊ SIRമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെരിഫിക്കേഷൻ, പിന്നെ ഫോറം വെരിഫിക്കേഷൻ, അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ആ ക്ലബിലെ അംഗങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ നല്ല സഹകരണം ഉണ്ട്. എന്ത് വിഷയത്തിനും അവർ കൂടെ ഞാൻ നിൽക്കാറുണ്ട്. തൻ്റെ വാർഡിലെ സാംസ്കാരിക കൂട്ടായ്മകളെ, ക്ലബ്ബുകളെ, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരെ, സന്നദ്ധ സേവന സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവരുടെയൊക്കെ സപ്പോർട്ട് മെമ്പർ അഹോരാത്രം നേടിക്കൊണ്ട് തന്നെ തൻ്റെ വാർഡിൽ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ഇത്രയും നിരന്തരമായ സംസാരങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ 5 വർഷം ഈ നാടിന് ചെയ്ത സേവനങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിൻ്റെ അതിരറ്റ അളവുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഒരു നാടിന് സംഭാവന ചെയ്യണമെങ്കിൽ ഒന്നാമത് ഒരു പക്ഷേ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടാവും. നമുക്ക് മുമ്പിലുള്ള മെമ്പറെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ രീതിയിൽ ജീവിതം നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഫണ്ടുകൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
അതും യാതൊരു രീതിയിലുള്ള വേർതിരിവോ കാണാതെ എല്ലാവർക്കും അവരർഹിക്കുന്ന വികസന സംവിധാന പ്രവർത്തനങ്ങൾ, ക്ഷേമ കാര്യങ്ങളും തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു നൽകിയതിൻ്റെ അഭിമാനത്തിലാണ്, സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നന്നമ്പ്ര പഞ്ചായത്തിലെ പാണ്ടിമുറ്റം കണ്ണന്തളി ഭാഗം ഉൾക്കൊള്ളുന്ന വാർഡിന്റെ മെമ്പർ പടിയിറങ്ങുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്ന സന്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട ബാപ്പുട്ടി സാഹിബ്, എന്താണ് നിങ്ങൾക്ക് ശേഷം വരുന്ന മെമ്പർക്ക് അങ്ങ് നൽകാനുള്ള ഒരു പൊതു സന്ദേശം? എനിക്ക് പിന്തുടർച്ചയായി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മെമ്പർക്ക് എല്ലാവിധ പൂർണ്ണ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുണ്ടാവും. കാരണം ഞാൻ കൊണ്ടുവന്ന് വെച്ച വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട്. ആ പൂർത്തീകരിക്കൽ ഈ വാർഡിൻ്റെ ലക്ഷ്യമാണ്, ഈ വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പുതിയ വികസന പ്രക്രിയയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും പുതിയ പുതിയ പദ്ധതികളൊക്കെ സ്വാഭാവികമാണ് കൊണ്ടുവരണം. അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇടപെടലും എൻ്റെ പരിപൂർണമായ സപ്പോർട്ടും ആ വരുന്ന മെമ്പർക്കുണ്ടായിരിക്കും. ഇതിലൊരു വ്യത്യസ്തത കൂടി കാണുന്നുണ്ട്. തൻ്റെ കാലാവധി പൂർത്തീകരിച്ചാൽ ഇത് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കുക എന്നുള്ള രീതിയിലല്ല അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. തൻ്റെ കാലാവധി പൂർത്തീകരിച്ചാലും തനിക്ക് ശേഷം വരുന്ന മെമ്പറുടെ കൂടെ താൻ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ഈ വാർഡിലെ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കാനും ഇനിയുള്ള കാലവും തൻ്റെ ആയുസ് അവസാനിക്കുന്നവരെ ഈ ജനങ്ങൾക്ക് വേണ്ടി പൊതുരംഗത്തുണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി സാഹിബ് മുമ്പോട്ട് വെക്കുന്നത്. ഇത് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ചിലരിൽ നിന്നോ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. തൻ്റെ കാലാവധി പൂർത്തീകരിച്ചാൽ ഇനി മറ്റെന്തെങ്കിലും മാർഗം തേടാം എന്ന് കരുതുന്നവർക്ക് ഇതൊരു മാതൃകയാണ്. തന്നെ ചേർത്ത് വെച്ച, തന്നെ ഒരുപാട് പതിറ്റാണ്ട് കാലം പൊതുപ്രവർത്തന രംഗത്തും ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്തും ചേർത്ത് വെച്ച ജനങ്ങൾക്ക് മുമ്പിൽ താൻ എന്നും ഉണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ കെട്ടുപൊട്ടാത്ത ശബ്ദമാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി സാഹിബിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന, നിർദ്ദേശിക്കുന്ന സാരഥി അവരാവണം അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കായി നന്നമ്പ്ര പഞ്ചായത്തിന്റെ അധികാര സോപാനങ്ങളിലേക്ക് എത്തേണ്ടത് എന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്നെ കേട്ട, ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.